ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട മാഷ്മാലോ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ നമുക്കിത് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കടയിൽ പോയി വാങ്ങിക്കൊടുക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഷുഗർ പൗഡർ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു അരിപ്പ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് മാറ്റി വെക്കണം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചതിന് ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി. പഞ്ചസാര മാത്രം ആക്കിയിട്ട് എടുക്കരുത്, കോൺഫ്ലോറും കൂടെ യൂസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ട്രേയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ട്രേ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഷുഗർ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് അവിടെ മാറ്റി വെക്കുക. കുറച്ച് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൗണ്ടിലുള്ള മോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ആയാലും മതി കേട്ടോ. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ആയാലും അങ്ങനെ ചെയ്താലും മതി. അതിൽ ബട്ടർ പേപ്പർ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുത്താലും മതി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റെഡിയാക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അത് ആദ്യം തന്നെ ചെയ്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ജലാറ്റിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് വെള്ളം, നോർമൽ വാട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, 1/2 കപ്പ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഇതിനി ഒന്നും ചെയ്യേണ്ട, അതവിടെ മാറ്റി വെക്കാതെ നമുക്ക് വേറൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു കൺസിസ്റ്റൻസി വരാനുണ്ട്, അത് വരെ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിൽ നിന്ന് കുറച്ച് ആ ബൗളിലേക്കൊന്ന് ആക്കി കൊടുത്ത് നോക്കാം. എന്നിട്ട് ആ ഒരു ഷുഗർ നമുക്കിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ബോൾ രൂപത്തിൽ, ചെറിയൊരു കുഞ്ഞു ബോൾ രൂപത്തിൽ നമ്മൾ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ അതായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വലിയ ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ ചെറിയ ബോൾ രൂപത്തിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ബോൾ രൂപത്തിൽ നമുക്കിങ്ങനെ കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ അത്രയും മതി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ജലാറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ജലാറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ അത് മേലേക്ക് പൊങ്ങി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നിറഞ്ഞു പൊങ്ങി മേലേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ചെറിയ പാനൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് മേലേക്ക് പൊങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കും. ഒരു 2 മിനിറ്റ് നമുക്ക് തണുക്കാൻ വെച്ചാൽ മതി. അതിന് ശേഷം വേണം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാൻ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ജലാറ്റിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങണം. ഇത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ഈ ഒരു കളറിൽ നിന്ന്, ട്രാൻസ്പെറൻറ്റ് കളറിൽ നിന്ന് വൈറ്റ് കളറിലേക്ക് മാറും. വൈറ്റ് കളറിലേക്ക് മാറിയതിന് ശേഷം ഒരു റിബൺ കൺസിസ്റ്റൻസി ആവുന്നവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റിബൺ കൺസിസ്റ്റൻസി ആവും. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതാവുന്ന വരെ ചെയ്തെങ്കിൽ മാത്രം നമുക്ക് കറക്റ്റ് മാഷ്മെല്ലോൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഒരു റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിതൊരു 3 കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന്. നമുക്ക് കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ചേർക്കുന്നത്, നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ബാക്കിയുള്ളത് രണ്ടും പകുതി, വൈറ്റ് പോർഷനാണ് കൂടുതലുള്ളത്. ബാക്കി ഞാൻ പകുതി ആക്കിയിട്ട് ഒന്നിൽ ജെൽ കളറ് ഗ്രീന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ പിങ്കുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഗ്രീൻ ചേർത്തത് ഇനി ഇതിൻ്റെ മേലെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ, എയർ ബബിൾസ് ശരിക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അതിൻ്റെ മേലായിട്ട് ഗ്രീൻ ഒഴിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ മേലായിട്ട് ഞാൻ അടുത്ത ബാക്കിയുള്ളതിലേക്ക് പിങ്കാണ് ചേർക്കണത്.
അതും ചേർത്ത് കൊടുത്ത ശേഷം ഇതും അതിൻ്റെ മേലെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ആ ഷുഗർ മിക്സ് ഉണ്ടല്ലോ, ഷുഗർ പൗഡർ മിക്സ്, അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ജലാറ്റിനൊക്കെ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടി പിടിക്കും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. അതിനുശേഷം നമുക്കിതൊരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഇപ്പോൾ ഒരു 3 മണിക്കൂറേ വെക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ പുറത്തേക്കിടും. 3 മണിക്കൂർ ആയപ്പോഴേക്ക് തന്നെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ, ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗത്തുള്ള ബട്ടർ പേപ്പറും ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ മാഷ്മെല്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിൽ നമ്മുടെ ആ ഷുഗർ പൗഡറിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. തൊടുമ്പോഴിങ്ങനെ പഞ്ഞി പോലെയുള്ള മാഷ്മെല്ലോ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്വയറിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ വെയിറ്റിങ്ങിലാണ്. ഞാനിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരൊക്കെ ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ എല്ലാ മാഷ്മെല്ലോയും ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മാഷ്മെല്ലോ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്